ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് ഒരുപാട് ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളിൽ, ഒരു 35 വയസ്സ് കഴിഞ്ഞുള്ള യുവാക്കളിൽ ഇന്ന് ക്രിയാറ്റിൻ്റെ ലെവലൊക്കെ വളരെ ഹൈ ആയിട്ട് ലാബ് ടെസ്റ്റുകൾ കണ്ടുവരുന്ന ഒന്നാണ്. ഇതിന് കാരണം അവരുടെ ലൈഫ് സ്റ്റൈലാവാം, അല്ലെങ്കിൽ ഭക്ഷണ രീതികൾ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഷുഗർ, BP പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടും ആവാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കിഡ്നിയുടെ ആരോഗ്യം പോവും. മാത്രമല്ല ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ മൂത്ര തടസ്സം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത ലാബ് ടെസ്റ്റുകൾ, പ്രത്യേകിച്ച് HbA1c, യൂറിക് ആസിഡ് അല്ലെങ്കിൽ BP, ഇവയുടെ അളവൊക്കെ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവയൊക്കെ നമുക്ക് പ്രശ്നക്കാരനാണോ അല്ലയൊക്കെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് തുടർന്നുള്ള മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നിയെ തകരാറിലാക്കുന്ന ഒരു 5 അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ സ്ഥിരമായിട്ട് ആളുകളിൽ കാണുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു 5 അസുഖങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. കിഡ്നിയെ തകരാറിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഡയബറ്റിസ്, പ്രമേഹ രോഗം. ടൈപ്പ് 1 ആയിക്കോട്ടെ, ടൈപ്പ് 2 ആയിക്കോട്ടെ, ഇന്ന് ഒരുപാട് ആൾക്കാരിൽ പ്രമേഹം നേരത്തെ കണ്ടുവരുന്നുണ്ട്. ബ്ലഡിൽ ഷുഗർ ലെവൽ സ്ഥിരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് എന്തായാലും നമുക്ക് കിഡ്നിയെ ഡാമേജിലേക്ക് എത്തിക്കും. അത് നേരത്തെ അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടാവും കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവുക. അത് നമ്മൾ മരുന്ന് എത്രത്തോളം കഴിക്കുന്നുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും. ചില ആളുകൾ പ്രമേഹത്തിന് തീരെ മരുന്ന് കഴിക്കില്ല. മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കിഡ്നിയുടെയൊക്കെ ഡാമേജ് പെട്ടെന്ന് സംഭവിക്കും. മരുന്ന് കഴിച്ചാലുള്ളൊരു ഗുണം, നമുക്ക് കിഡ്നിയുടെ ഡാമേജ് അല്ലെങ്കിൽ പ്രവർത്തനക്കുറവ് നമുക്ക് നീട്ടിവെക്കാൻ പറ്റും. കുറച്ച് കാലയളവും കൂടെ അതിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് പ്രമേഹ രോഗമുള്ള ആളുകൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ നിർബന്ധമായിട്ടും മരുന്നുകൾ എടുക്കണം എന്ന് പറയുന്നത്. ഇനി അതിന് പുറമെ ചില ആളുകൾ ഡയറ്റും ലൈഫ് സ്റ്റൈലും കൊണ്ട് ഷുഗറിനെ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അത്തരക്കാർക്ക് ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ എടുക്കേണ്ടി വരില്ല. പക്ഷേ അതിനെയൊക്കെ നമ്മൾ പരിഗണിക്കാത്ത ആൾക്കാരുണ്ട്. അവരെയാണ് നിർബന്ധമായിട്ടും ഷുഗറിന് മരുന്നുകൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കിഡ്നിക്ക് തകരാറുകൾ സംഭവിച്ചു തുടങ്ങും. അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് നമ്മുടെ മൂത്രത്തിലുള്ള ആൽബുമിൻ്റെ അളവ് നോക്കുന്നത്. മൈക്രോ ആൽബുമിൻ നോക്കാറുണ്ട്. അത് നമ്മൾ മൂത്രത്തിൽ പതയായിട്ട് പല ആളുകളിലും കണ്ടുവരുന്നുണ്ട്. സാധാരണ നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. പക്ഷേ ഇത്തരക്കാരിൽ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അവർക്ക് നോർമൽ റേഞ്ചിനേക്കാളും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ മൈക്രോ ആൽബുമിൻ്റെ അളവ് എന്ന് പറയുന്നത് 30-ന് താഴെ ആയിരിക്കും. പക്ഷേ ഇത്തരം കിഡ്നിക്ക് ഇൻവോൾവ്മെൻറ്റ് വന്നിട്ടുള്ള ആളുകളിലാണെങ്കിൽ 300-ന് പുറമേക്കും അത് പോവാറുണ്ട്. മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യൂറിൻ ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഷുഗർ കൺട്രോളിലാണെന്ന് ഉറപ്പ് വരുത്തണം. BP ഉണ്ടെങ്കിൽ അതും കൺട്രോളാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മാത്രം ഈ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ. ഒറ്റ യൂറിൻ ടെസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഒരു 2-3 സാമ്പിൾ 6 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ചെയ്തിട്ട് വേണം ഇത്തരത്തിൽ കിഡ്നിക്ക് പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ. രണ്ടാമത്തെ ഒരു അസുഖം, പ്രധാനപ്പെട്ടുള്ള ഒരു അസുഖം ഹൈപ്പർ ടെൻഷൻ അഥവാ BP ആണ്. നമ്മൾ കൺട്രോൾ ചെയ്യാതെ BP ഒരുപാട് കാലം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കിഡ്നിക്ക് എന്തായാലും ഡാമേജ് വരും. അത്തരം കിഡ്നി ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ കണ്ടെത്താനും കൂടെ കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഹൈപ്പർ ടെൻഷനാണ് അല്ലെങ്കിൽ BP ആണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു 3-4 ക്ലൂ പറയാം. ആദ്യമായിട്ട് നമുക്ക് 30 വയസ്സിന് താഴെയുള്ള ആളുകളിൽ BP വരുന്നത്, അതിൽ 60 വയസ്സ് മുകളിൽ ഉള്ള ആളുകൾക്ക് BP വരുന്നത്, ഇത് കിഡ്നി ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ BP കൺട്രോൾ ചെയ്യാൻ നമ്മൾ 2-3 ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കുറവ് വരുന്നില്ല എങ്കിൽ അതൊരു സാധ്യതയാണ്. അതുപോലെ തന്നെ ഇവർക്ക് നീര് വരിക, ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നീര് വരിക, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുക, മൂത്രത്തിൽ ബ്ലഡ് കാണുക, ഇത്തരത്തിലുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ആളുകൾക്കും ഇത്തരത്തിൽ കിഡ്നിയുടെ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ BP ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുക. എന്നിട്ടും കൺട്രോൾ ആവുന്നില്ല എങ്കിൽ മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് ഇന്ന് ഒരുപാട് ആൾക്കാരിൽ, പ്രത്യേകിച്ച് യുവാക്കളിൽ ഇന്ന് ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് എപ്പോഴും 7-ന് മുകളിലായിരിക്കും. ഈ യൂറിക് ആസിഡ് ഒരുപാട് കാലമായിട്ട് രക്തത്തിൽ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അത് കാരണം മാത്രം
കിഡ്നി ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾക്ക് സ്റ്റോൺ ആയിട്ടാണ് നമ്മൾ അധികം കണ്ടുവരുന്നത്. മൂത്രത്തിൽ കല്ല്, കിഡ്നിയിൽ കല്ല് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു യൂറിക് ആസിഡ് കാരണം മാത്രം നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ അത് കുറക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. അതിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡയറ്റ് ശ്രദ്ധിക്കുക, ആവശ്യമായിട്ടുള്ള കേസുകൾ മരുന്നുകൾ എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ ഒരു അസുഖം എന്ന് പറയുന്നത് മൂത്രത്തിൽ ഇൻഫെക്ഷനാണ്. നിരന്തരം മൂത്രക്കടച്ചിൽ വരുന്ന ആൾക്കാർ, മൂത്രം കെട്ടിക്കിടന്ന് അല്ലെങ്കിൽ മൂത്രത്തിൽ ബാക്ടീരിയ വന്ന് ഇൻഫെക്ഷൻ അനുഭവിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ലേഡീസിലൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് കിഡ്നി ഇൻവോൾവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻസ് മൈൻഡ് ചെയ്യാതെ വിടരുത്. അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ചാമത്തെ അസുഖം ആയി നമ്മൾ കണ്ടുവരുന്ന ഒ പിയിലൊക്കെ ഒരുപാട് കേസുകൾ വരുന്നതാണ് മൂത്ര തടസ്സമായിട്ട് വരുന്ന ആൾക്കാർ. ലേഡീസിൽ വരാം, ജെൻസിൽ വരാം. മെയിൽസിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ കണ്ടുവരുന്നത് മൂത്രതടസ്സം കണ്ടുവരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ള ആളുകൾക്കാണ്. പ്രോസ്റ്റേറ്റ് വീക്കം കാരണം മൂത്രതടസ്സം വരും. അല്ലെങ്കിൽ അവർക്ക് കിഡ്നി സ്റ്റോൺ വന്ന് 2 മൂത്രനാളിയും അടഞ്ഞിരിക്കും. അതുപോലെ തന്നെ മൂത്രസഞ്ചിയിൽ കല്ല് വന്നിട്ട് മൂത്രതടസ്സം വരും. ഇത്തരത്തിൽ മൂത്രതടസ്സം വരുന്ന കേസുകളിലെല്ലാം, പ്രത്യേകിച്ച് ലേഡീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊലാപ്സ് വരുന്ന കണ്ടീഷൻസിൽ, അതായത് ഈ യൂട്രസൊക്കെ പുറത്തേക്ക് തള്ളി വരുന്ന അല്ലെങ്കിൽ മൂത്രസഞ്ചി തള്ളി വരുന്ന അവസ്ഥയുള്ള ലേഡീസിലും മൂത്രതടസ്സം അനുഭവിക്കാറുണ്ട്. അത്തരം കേസുകളിലും കിഡ്നിക്ക് ഡാമേജ് വരാൻ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും 5 അസുഖങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ അസുഖങ്ങളൊക്കെ തുടക്കത്തിലേ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് നമ്മളൊരു മാനേജ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് കിഡ്നിയുടെ ഇൻവോൾവ്മെൻ്റ് ഒന്നും വരില്ല. പക്ഷേ ഈ ഒരു 5 അസുഖങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഗൗരവം കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരും. അതിനനുസരിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻസ് കാണും. അതുപോലെ ലാബ് ടെസ്റ്റിലൊക്കെ ഒരുപാട് വേരിയേഷൻസ്, ക്രിയാറ്റിൻ്റെ ലെവൽ കൂടി വരാം, യൂറിനിൽ മൈക്രോ ആൽബുമിൻ അതായത് പത കൂടി വരാം. അത്തരത്തിൽ ഒരുപാട് സൈൻസ് നമുക്ക് ശരീരം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ടെസ്റ്റുകൾ നേരത്തെ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മൂത്രം തന്നെയാണ്. കിഡ്നിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് മൂത്രത്തിൻ്റെ ടെസ്റ്റ്. മൂത്രത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടോ നോക്കും, കളറിൽ അതൊരു റെഡ് കളർ ആവുന്നുണ്ടോ, കോളയുടെ കളർ ആവുന്നുണ്ടോ നോക്കും. അതുപോലെ അതിൽ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേത രക്താണുക്കളൊക്കെ കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതുവഴി നമുക്ക് കിഡ്നിയുടെ ഡാമേജ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മൂത്രത്തിൽ ചെയ്യുന്ന വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് മൈക്രോ ആൽബുമിൻ. പതയുള്ള ആൾക്കാരിൽ ഇത്തരം ഒരുപാട് കാലമായിട്ട് പതയുണ്ട്, അതൊരു സോപ്പ് അല്ലെങ്കിൽ മുട്ട പതപ്പിച്ച പോലത്തെ ഒരു പത വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്, അതിൻ്റെ അളവ് നോക്കാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായി ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് ക്രിയാറ്റിനിൻ ടെസ്റ്റ്. നമ്മൾ കിഡ്നി പ്രശ്നമുള്ള ആളുകളിൽ ഹോൾമാർക്കായി ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് ക്രിയാറ്റിനിൻ ടെസ്റ്റ്. നോർമലി ഒരു 0.8 മുതൽ 1.3 വരെയാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച്. പക്ഷേ ഈ ഒരു ക്രിയാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കിഡ്നിക്ക് പ്രവർത്തനങ്ങൾ ഒരുപാട് കുറഞ്ഞതിന് ശേഷം, ഒരു 3ാമത്തെ സ്റ്റേജിലൊക്കെയാണ് കിഡ്നി ഡാമേജ് വരുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ക്രിയാറ്റിൻ കൂടുതലായിട്ട് കണ്ടുവരുള്ളൂ ബ്ലഡിൽ. അപ്പോൾ തുടക്കത്തിലേ കിഡ്നി ഡാമേജ് വന്ന ആളുകളിൽ ഇത് ക്രിയാറ്റിൻ വെച്ച് നമുക്ക് ഇതിൻ്റെ ഗ്രേഡ് മനസ്സിലാക്കാൻ കഴിയില്ല. അത്തരം ആളുകളിൽ നമ്മൾ തുടക്കത്തിലേ കണ്ടെത്താൻ സഹായിക്കുന്ന ടെസ്റ്റ് നമ്മൾ മൈക്രോ ആൽബുമിൻ, യൂറിനിൽ ചെയ്യുന്ന, മൂത്രത്തിൽ ചെയ്യുന്ന പതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് മൈക്രോ ആൽബുമിൻ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകളാണ് ക്രിയാറ്റിനിൻ ടെസ്റ്റൊക്കെ. പിന്നെ കൂടുതലായിട്ട് ഫോളോ അപ്പ് എടുക്കുന്ന കേസുകളിൽ, കൂടുതലായിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തേണ്ട കേസുകളിലാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്, എക്സ്റേ ചെയ്യിപ്പിക്കാറുണ്ട്, CT സ്കാനൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പ്രോസ്റ്റേറ്റിൻ്റെ വിഷയങ്ങൾ ചില കേസുകളിൽ MRIയും കൂടെ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം മേൽ പറഞ്ഞ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണ് നമ്മൾ പറഞ്ഞ പ്രമേഹം, യൂറിക് ആസിഡ്, അതുപോലെ BP, യൂറിൻ ഇൻഫെക്ഷന്, മൂത്ര തടസ്സം. ഈ ഒരു 5 അസുഖങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയുടെ ഡാമേജ് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നമ്മൾ ഇത്തരം പുതിയതായിട്ട് ഉണ്ടാക്കിയ ടെക്നിക്സുകളുണ്ട്. കിഡ്നിയുടെ പ്രവർത്തനം നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ടെക്നിക്കുകളുണ്ട്.
അപ്പോൾ അതിലേക്കൊന്നും എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ തുടക്കത്തിലേ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അതിൻ്റെ രോഗകാരണം കണ്ടെത്തും. രോഗകാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതിരിക്കാനും കൂടെ അത് സഹായിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ ലാബ് ടെസ്റ്റുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെക്ക് ചെയ്യുക. യൂറിക് ആസിഡും ബി പി ഒക്കെ ചെക്ക് ചെയ്യുന്നത് നിരന്തരം 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലും കൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിനനുസരിച്ച് അതിൻ്റെ ലെവലിനനുസരിച്ച് നമുക്കിത് പ്രശ്നക്കാരനാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. സമയത്തിനനുസരിച്ച് നമ്മൾ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ഫോൺ വഴി കൺസൾട്ടേഷൻ കൊടുത്ത് മരുന്നുകൾ അയച്ചു കൊടുക്കുന്ന ഓൺലൈൻ സംവിധാനവും അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.